40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിൻ്റെ പേര് പിതാവ് അദ്ദേഹത്തിൻ്റെ കമ്പനിക്കിടുന്നു. ഇന്ന് രുചിപ്പെരുമക്കൊപ്പം ആ കമ്പനിയും ലോകത്തോളം വളരുകയാണ്. വിജയ് മസാല എന്ന പേരിൽ പ്രസിദ്ധമായി ഇപ്പോൾ ജയ് മസാല എന്ന് റീബ്രാൻഡ് ചെയ്യപ്പെട്ട അതിൻ്റെ മേധാവിയായ വിജയ് മൂലനെക്കുറിച്ചാണ് ഇനിയുള്ള കഥ. നാട്ടിലും പ്രവാസികൾക്കും ഒരുപോലെ പരിചിതമായ വിജയ് ജയ് കമ്പനി 40 വർഷം തികയുകയാണ്. ഈ 40 വർഷത്തിന്റെ കഥ കമ്പനിയുടെ പേര് തന്നെയുള്ള വിജയ് മൂലന്റെ കഥ കൂടിയാണ്. മകന്റെ പേരായിരുന്നു കമ്പനിക്ക് പിതാവിട്ടത്. വിജയ് വർഗീസ് മൂലൻ, ഡോക്ടർ വർഗീസ് മൂലന്റെ മകൻ, ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ, ഇൻഫ്ലുവൻഷ്യൽ ബിസിനസ്മാൻ, മാനുഫാക്ചറർ, ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ, ഫിലാന്ത്രോഫിസ്റ്റ്, ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഇങ്ങനെ ഒറ്റപ്പേരിൽ ഒതുക്കാൻ കഴിയുന്നതല്ല വിജയ് മൂലൻ എന്ന വ്യക്തിത്വം. സൗദിയിലെ അൽഖോബാറിലായിരുന്നു വിജയുടെ തുടക്കം. ഞാനും സൗദി അറേബ്യയിൽ തന്നെയാണ് വളർന്നത്. എൻ്റെ ഇനീഷ്യൽ സ്കൂളിംഗ് എല്ലാം സൗദി അറേബ്യ ദമാം ഇന്ത്യൻ സ്കൂളിൽ തന്നെയായിരുന്നു. 9ാം ക്ലാസ് വരെ ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം US പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. ഹൈസ്കൂൾ തൊട്ടൊരു ബാച്ചിലേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത് പിന്നെ അമേരിക്കയിലായിരുന്നു. പിന്നീട് MBA ചെയ്യണമെന്നുള്ളൊരാഗ്രഹം പണ്ടുതൊട്ടേ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ UK പോയി. അങ്ങനെ അവിടെ നിന്നാണ് MBA കംപ്ലീറ്റ് ചെയ്തത്. ശേഷം നേരെ ഒന്ന് ബിസിനസ് ജോയിൻ ചെയ്തു. 2010 തൊട്ട് എൻ്റെ MBA കഴിഞ്ഞ ആ ഒരു വർഷം തൊട്ട് എനിക്ക് വർഗീസ് മൂലൻ ഗ്രൂപ്പിനെ ഒഫീഷ്യലി എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഭക്ഷ്യമേഖല കൂടാതെ ഓർഗാനിക് ഫാമിങ്ങിലും റീറ്റെയിൽ മേഖലയിലേക്കും ഗ്രൂപ്പ് കടന്നു. അതും വിജയം കണ്ടു. ഫിലിം ഇൻഡസ്ട്രിയിലേക്കും ഗ്രൂപ്പ് പ്രവേശിച്ചു. അങ്ങനെ ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് എന്ന പേരും പെരുമയോടെ വന്നെത്തി. പവർ ജനറേഷൻ, ലോജിസ്റ്റിക്സ്, ഹെൽത്ത് കെയർ, ഇ-കൊമേഴ്സ്, ടെക്സ്റ്റൈൽ, മെൻസ് ഗ്രൂമിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പെട്രോകെമിക്കൽ ഔട്ട്ലെറ്റ്സ്, റിയൽ എസ്റ്റേറ്റ്, എന്റർടൈൻമെന്റ് എന്നിങ്ങനെ പോകുന്നു ഗ്രൂപ്പിന്റെ ഇതര മേഖലകൾ. ടച്ച് എ ഹാർട്ടും വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ എന്നിവയിലൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ മാതൃക കൂടിയായി വിജയ്. ഞങ്ങളുടെ വികസനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞ മറ്റൊരു കമ്പനിയാണ് വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ. അതായത് ഞങ്ങൾ വർഗീസ് മൂലൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ലാഭത്തിൻ്റെ വീതം വെച്ച് മാത്രം നടത്തി വരുന്ന വർഗീസ് മൂലൻ ഫൗണ്ടേഷനിലൂടെ നടന്നു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞ നിരവധി ജീവിതങ്ങളിലൂടെ കുടുംബങ്ങളിലൂടെ കിട്ടിയ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കൂടി ഞങ്ങളുടെ വിജയത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഇനീഷ്യേറ്റീവ്സിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് ടച്ച് എ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരു 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ തൊട്ട് 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങൾ അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. 260ഓളം കുട്ടികൾ ഓൾറെഡി സുഖം പ്രാപിച്ചു കഴിഞ്ഞ പല ഫേസുകളായിട്ട്. ഇപ്പോൾ ഫേസ് 4 വരെ കഴിഞ്ഞ് ഫേസ് 5 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
ഇപ്പോൾ 40-ാം വർഷം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫേസ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 40 കുട്ടികൾക്കും കൂടിയാണ് ഞങ്ങൾ ഹാർട്ട് സർജറി ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ്റ്റർ മെഡിസിറ്റി ആയിട്ടാണ് ഞങ്ങൾ അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതും കൂടി കഴിയുമ്പോൾ ഒരു 300 കുട്ടികൾ തികയും എന്നുള്ള ഒരു സന്തോഷം കൂടി ഞങ്ങൾക്ക് ഈ ഒരു വിജയത്തിനോടൊപ്പം തന്നെ അതും ആഘോഷിക്കാൻ കിട്ടുന്നതിൽ വലിയൊരു സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. 40 വർഷം പിന്നിട്ട വിജയ് ഗ്രൂപ്പ് വാർഷികാഘോഷത്തിന്റെ കൂടി ഭാഗമായി ഇന്ന് ജയ് എന്ന് റീബ്രാൻഡ് ചെയ്താണ് രംഗത്തുള്ളത്. നടൻ ആസിഫ് അലിയാണ് ബ്രാൻഡ് അംബാസിഡർ. ഇത് വിജയ് എന്ന് പറഞ്ഞ് മലയാളികൾക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് അറിയാവുന്ന ഒരു ബ്രാൻഡ് അത് റീബ്രാൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 40 വർഷങ്ങളായിട്ട് പ്രവാസികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു ബ്രാൻഡായിരുന്ന വിജയ് അത് റീബ്രാൻഡ് ചെയ്ത് ജയ് എന്ന പേരിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എന്നെ ബ്രാൻഡ് അംബാസിഡറായി അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ഫേസായിട്ട് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യണം. ഇത് ശരിക്കും ഈ വർഗീസ് മൂലൻ എന്ന് പറഞ്ഞ ഒരു വിഷണറിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ റെസിപ്പിയിലുണ്ടായ ആ ടേസ്റ്റിനെയാണ് ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിപ്പം റീബ്രാൻഡ് ചെയ്യുമ്പോൾ നമ്മളുണ്ടായിരുന്ന ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയോ ഒന്നും ശരിക്കും ഇതിന് ഫേസ് ചെയ്യേണ്ട വരില്ല. ഇത് ഏത് പേരിലിറങ്ങിയാലും വർഗീസ് മൂലൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ കൂട്ട് അല്ലെങ്കിൽ ആ റെസിപ്പി അതാണ് പ്രവാസികൾ നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്ന ഏറ്റവും നല്ല ഓർമ്മ. അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സ്വാദ് എന്ന് പറയുന്നത് ആ കൂട്ടാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഗൃഹാതുര ഓർമ്മകളിലേക്ക് പിൻവാങ്ങിപ്പോയേക്കാവുന്ന നാടിന്റെ രുചികളെ പ്രവാസി ലോകത്തിന് സമ്മാനിച്ച ബ്രാൻഡാണ് ജയ് സ്പൈസസ്. ക്വാളിറ്റിയിലെ കണിശത, ഉപഭോക്താക്കളുടെ മനസ്സറിഞ്ഞുള്ള സർവീസ്, ഇതെല്ലാം ഉറപ്പാക്കാനാണ് റീബ്രാൻഡിംഗ് എന്നും വിജയ് മൂലൻ പറയുന്നു. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം വിജയ് എന്നുള്ള പേര് മാറ്റിയിട്ട് ജയ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാക്കി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വിതരണം നടത്താം, മാനുഫാക്ചറിങ്ങും അങ്ങനത്തെ ഒരു ബ്രാൻഡിൽ തന്നെ തുടരാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ ഈയിടെ എടുക്കുകയുണ്ടായി. അതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതാണെന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് കിട്ടുന്നു എന്ന് ഞങ്ങൾക്കും ഉറപ്പ് വരുത്താൻ സാധിക്കണം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റീബ്രാൻഡിങ് ഇപ്പോൾ നടത്താൻ ഒരു തീരുമാനമായത്. ഗൾഫിലും നാട്ടിലും ഇതര മേഖലയിലുമുള്ള ജയ് പേര് പോലെ തന്നെയാണ് വളരുന്നതും. ഗൾഫിലും നാട്ടിലും ഇതര മേഖലയിലുമുള്ള ജയ് പേര് പോലെ തന്നെയാണ് വളരുന്നതും. ഈ നേട്ടത്തിനായിരുന്നു മീഡിയ വൺ ബിസിനസ് എക്സലൻസ് യങ് എന്റർപ്രണർ അവാർഡ് വിജയ് മൂലന് ജിദ്ദയിൽ മീഡിയ വൺ സമ്മാനിച്ചത്.